ഓർക്കിഡ് കെയർ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. നമ്മളുടെ ഇൻസെക്റ്റിൻ്റെയൊക്കെ അറ്റാക്ക് കൊണ്ട് നമ്മുടെ പ്ലാന്റ്സിലുണ്ടാകുന്ന പ്രോബ്ലംസിനെ മാറ്റുന്നതിനുള്ള അടുത്തൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് തികച്ചും ഓർഗാനിക്കായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആവുകയാണെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ സീരീസ് എപ്പിസോഡുകൾ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്നവർ പലരും കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ കമൻറ്റുകളാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്തും എല്ലാവരും ഇതുമായിട്ട് ഇഷ്ടമുള്ള, അതിൽ ഓർക്കിഡും മറ്റ് ഫോളേജ് പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓർക്കിഡ് കെയർ സീരീസിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഓർഗാനിക് പെസ്റ്റിസൈഡ് ആകുമ്പോൾ നമുക്കിപ്പോൾ നല്ല വേനൽക്കാലമാണ്, മഞ്ഞുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇലകളൊക്കെ ഒരുപാട് പൊള്ളുന്ന സമയമാണ്. അപ്പം നമുക്ക് ഈ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പം കുറച്ച് ചൂട് കൂടുതലാണ് പ്ലാന്റ്സിൻ്റെ നമ്മൾ ലീഫിലൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ ഇല യെല്ലോയിഷ് ആയിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഓർഗാനിക് പെസ്റ്റിസൈഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ടാഗ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡാണ്. തികച്ചും ഓർഗാനിക്കാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പം വെയിൽ നല്ല ചൂടൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഓർഗാനിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ സീരീസ് വീഡിയോകളിൽ കെമിക്കലായിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡുകൾ ത്രിപ്സിനും മിഡ്ജസിനും ഒക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ടോട്ടലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസെക്റ്റുകളിലെ വേഗത്തിൽ ഇൻസെക്റ്റുകൾ ചത്തു പോകുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും വളരെ വലിയ അറ്റാക്കുള്ള സമയത്ത് കെമിക്കലും അതുപോലെ അറ്റാക്ക് കുറഞ്ഞ് വരുന്ന സമയത്ത് ഓർഗാനിക്കുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 4 ദിവസം ഇടവേളയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇതൊരു പുതിയ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലൊന്ന് പൊട്ടിച്ചിട്ട് എത്ര ml എടുക്കണം നോക്കാവേ. ഈ ഏത് നമ്മൾ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്താലും അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് നോക്കിയാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്തതിന് ശേഷം കാണുക. നമുക്ക് ഇതിന് ഓർക്കിഡ്സിനൊക്കെ ആവശ്യമുള്ള എല്ലാ ഫെർട്ടിലൈസേഴ്സും മറ്റ് ഐറ്റംസും എല്ലാം നമ്മൾ വാട്സപ്പ് സ്റ്റോറിൽ സുലൂസ് ഓർക്കിഡ്സിൻ്റെ വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ ഈസിയാണ്. വേഗത്തിൽ കാറ്റലോഗ് ലഭിക്കും. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു വെറ്റിനറി കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെറ്റിംഗ് ഏജൻറ്റ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇത് സഹായകരമാകുന്നത്. വെറ്റിംഗ് ഏജൻറ്റിനെ പറ്റി നമ്മൾ നേരിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കാർഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കിയാൽ നമുക്കത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്ന അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു 3 to 4 ml ആണ് പെർ ലിറ്ററിന് പറയുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ പറയുന്ന നമ്മൾ കുറേ ഉപയോഗിച്ച് ഇത് പഴക്കമുള്ളതാണെങ്കിൽ എൻ്റേതായ ഒരു പരീക്ഷണത്തിൽ ഞാൻ റേഷ്യോസ് മാറ്റാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചിലതാണെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും റേഷ്യോ കുറച്ച് ഉപയോഗിക്കുക. ഇപ്പോൾ ഞാനിത് 3 to 4 ml ആണ് അവർ പറയുന്നത്. 3 ml ആണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് അളന്ന് തന്നെ എടുക്കുക. എപ്പോഴായാലും ഇൻസെക്ടിസൈഡുകളൊക്കെ അതുപോലെ കെമിക്കലി ഉള്ളതൊക്കെ അളന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര ഗ്രാമാണോ അവർ പറയുന്നത് ആ ഗ്രാം കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചെറിയ ഒരു ബോട്ടിലിൻ്റെ അടപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 3 ml പെർ ലിറ്ററാണ്. ഓക്കെ, നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഏകദേശം ഒരു 3 ml നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെറ്റിംഗ് ഏജൻ്റാണ്. അപ്പം ടൈറ്റ് ചെയ്ത് വെക്കാം. വെറ്റിംഗ് ഏജൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്തെടുത്താൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സെയിം ഹെൽപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഡോസ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വെറ്റിംഗ് ഏജൻറ്റ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇലകളിൽ പറ്റിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഒഴിക്കരുത്. ഇലകൾ പെട്ടെന്ന് പൊള്ളിപ്പോകും. അതിൽ പൂക്കളൊക്കെ ഫുള്ള് ഡാമേജ് ആയി പോകും. അളവ് കൂടി, അത് ഏത് ഐറ്റം ആയാലും അങ്ങനെ തന്നെയാണ്. 0.5 ml ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ.
ഇനി നമുക്കിത് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതൊരു 750 ml കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു 3 ml ഞാൻ കുറച്ചെടുത്തത് അതുകൊണ്ടാണ്. 1 ലിറ്ററിന് 3 ml തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒഴിച്ചപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് അളവ് കുറച്ചിട്ടാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയാ എടുക്കാനാ? നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടിച്ചു കൊടുക്കാം. ഇതൊരു ജൈവ കീടനാശിനി ആയതുകൊണ്ടാണ് ഞാൻ മാസ്കും ഗ്ലൗസും ഒന്നും ഇല്ലാതെ ചെയ്തത്. ഇട്ടാലും കുഴപ്പമില്ല, നല്ലത് തന്നെ. അപ്പോൾ നമുക്ക് ഈ വേനലിൽ നല്ല രീതിയിൽ പ്ലാന്റ്സിലൊക്കെ കൊടുക്കാം. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴായാലും കുഴപ്പമില്ല. നല്ല ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കൊരു 4 ദിവസം കൂടുമ്പോഴും കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി. നമ്മുടെ വേപ്പെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ പ്ലാന്റിൽ ലീഫിലും ഫ്ലവറിൽ കുറച്ചടിച്ചാൽ മതി. ലീഫിലും തണ്ടിലും വേരിലൊക്കെ നന്നായിട്ട് അടിക്കാം. ഫ്ലവറിൽ നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് പോവേ ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ ഫ്ലവറിന് ആയുസ് കിട്ടത്തില്ല അധികം. അപ്പോൾ ഇത്രയും ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസെക്ടിസൈഡുകളും നിങ്ങളൊരു എത്രമാത്രം അറ്റാക്ക് ഉണ്ടോ അതനുസരിച്ചിട്ട് ഉള്ള ഇടവേളകളിൽ കൊടുത്തിട്ട് അതിൻ്റെ വിവരങ്ങൾ റിസൾട്ടുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.